ഓട്ടം കണ്ടപ്പോ ഞാൻ കരുതി നീ ഓടി ഓടി ഭൂമിയുടെ അറ്റത്തെത്തി താഴേക്ക് ചാടുമെന്ന്. നിന്നെ കണ്ടപ്പോ ഞാൻ ഓടിയതേ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അതിന് വേറെ കാരണമുണ്ട്, നീ ഇപ്പൊ അറിയണ്ട. നീ പേടിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പിന്നൊരു കാര്യം, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, നമുക്ക് പോവാം. എങ്ങോട്ട്? കൊള്ളാം. എങ്ങോട്ടെന്നോ? എവിടുന്നാണോ വന്നത് അങ്ങോട്ട്. എടാ, നമുക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. നീയും ഞാനും ജനിച്ചു വളർന്ന ഒരേ തെരുവില. വെറുതെ എടുത്തേ അഭ്യാസം ഇറക്കരുത്. എന്നെ അന്വേഷിച്ച് ഇവിടെ ആരും വരില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയൊന്നുമല്ല ഞാൻ. നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചതാ, പക്ഷെ നീ നേരത്തെ വന്നു. ചാർലി, ഇത്രയും കാലം നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. ഇനി എനിക്ക് വേണ്ടി എനിക്കൊന്ന് ജീവിക്കണം. എന്നെ വിട്ടേക്ക് പ്ലീസ്. ഇങ്ങനെ ഒരു ജീവൻ നിനക്ക് വേണമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിന്നെ ആവശ്യമാണ്. വാ. എടാ, ചാർലി ഇവിടുന്ന് പോന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോവും. അപ്പോ ബാലനും നിങ്ങളും ബോംബെയില് ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നതല്ലേ? ബാലിനോടൊപ്പമല്ല ഞാൻ ജോലി ചെയ്തിരുന്നത്. മിസ്റ്റർ ചാർലിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. വിശ്വസിക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ മുക്കും മൂലയൊക്കെ ഞാൻ കേട്ടു. കൈയോടെ കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ. അവനെ ഞാൻ കൊണ്ടുപോണ്ടാ, എന്റെ കൂടെ വരും. വന്നേ പറ്റൂ. ആ, കറക്റ്റ്. ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ എന്റെ ട്രാക്കിൽ വന്നത്. പക്ഷെ ഒരു കാര്യം, അവനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. പിന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാനിവിടെ ഇല്ലായിരുന്നു. എന്നാണോ വന്നേ? കൂട്ടുകാരെ കാണാൻ പോയതാ? ഉടനെ അച്ഛൻ ആരോട് സംസാരിച്ച്? അതാണോ? അതാ അച്ചുവിന്റെ വീട്ടിൽ താമസിക്കുന്ന ആളാ. അച്ചു ഉണ്ടോന്ന് ചോദിച്ചോണ്ട് വന്ന. അവൻ വല്ല കള്ളുഷാപ്പിലും കാണും. മോൻ പോയി കിടന്നു. ചെല്ലേ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് വന്നിടത്തേക്ക് എന്നെ തിരിച്ചു പോയല്ലോ. ദൈവമേ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. അച്ഛാ, എന്നാ മോനെ? ഒന്നുമില്ല. നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ. ഏയ് ഇല്ല. എന്നാ എനിക്ക് തോന്നിയായിരിക്കും. ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. മോൻ പോയി കുളിച്ചിട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് കാപ്പ് കുടിക്കാം. എന്താ? എനിക്ക് മനസ്സിലായി. ഏട്ടൻ കള്ളല്ലേ പറഞ്ഞത്? എന്ത്? അച്ഛനോട് എന്തോ പറയാനുണ്ട്. എനിക്കറിയാം. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാ പറഞ്ഞൂടെ? ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്നോടെങ്കിലും പറഞ്ഞൂടെ? ഞാൻ ഏട്ടന്റെ അനിയത്തിയല്ലേ? നിങ്ങളുടെ കല്യാണം നടത്തുന്ന കാര്യമാണ്. ഏട്ടന് ഒരു പ്രശ്നമില്ല. പിന്നെ നീ എന്തിനാ എപ്പോഴും എപ്പോഴും എന്റെ അനിയത്തിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ ഏട്ടന്റെ അനിയത്തിയായാലുള്ള അഹങ്കാരം അത് തന്നെ. അശ്വതി, എന്താ? ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. തിരിച്ചു പോവേ? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പോവേണ്ടി വരും. അതുകൊണ്ട് ഇല്ല, എന്റെ ബാലേട്ടൻ പോവില്ല. വാ. ബാലേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. എന്തിനാ അതൊക്കെ?
മുത്തപ്പന്റെ ശിരസിൽ നിന്ന് സിന്ദൂരെടുത്ത് എന്റെ നെറ്റിയിൽ ഇട്ട് തന്നാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് തുല്യമാണ്. തൊട്. വിടറേ. കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മതിയായി. ഇവിടെ ആരും കല്യാണം കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അശ്വതി, എന്തത് നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ കല്യാണം എങ്ങനെയാ നടത്തുക? അതൊക്കെ കല്യാണ പന്തലിൽ വെച്ച് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. വാ. മകരം 20-ാം തീയതി നല്ല ദിവസമാണെന്നാ പണിക്കര് പറയണേ. നമുക്ക് അന്നങ്ങോട്ട് നടത്തിയാലെന്താ? ബാലൻ പറയണേ രേണുവിന്റെ കല്യാണം കഴിയട്ടെ എന്നിട്ട് മതിയെന്നാ. നമുക്ക് രണ്ടാളിന്റെ കല്യാണം ഒരു പന്തലിൽ വെച്ച് നടത്തിയാലോ? നിന്റെ വർത്താനം കേട്ടിട്ടൊന്നും അവര് കല്യാണം കഴിച്ച് ദൂരെ എങ്ങാണ്ട് പോകേണ്ടവരാണെന്ന്. അവരിവിടെ തന്നെ കഴിയേണ്ടവരല്ലേ? എന്നാലും ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞാൽ സമാധാനമായി എന്ന് പറയായിരുന്നു. ആ, എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ, നടക്കും. എന്താ അശ്വതി ഇത്? ദേഹം മുഴുവൻ മുറിഞ്ഞു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. എന്റെ ബാലേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാടൊക്കെ നടത്തണം. രേണു, ബാലേട്ടന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോ. പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? ബാലേട്ടൻ ഇനിയും തിരിച്ചു പോയിരിക്കാൻ വേണ്ടിയാ. ശരിക്കും പ്രാർത്ഥിച്ചോളൂ. എന്തൊക്കെയായാലും കള്ളൻ കപ്പലിൽ തന്നെയെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഒരു കള്ളനെയും വെച്ചിട്ടല്ലേ ആ മൂപ്പിലാൻ കഴിയുന്നത്? അപ്പോ മരിച്ചുപോയ ഒരാളുടെ വേഷമാണ് അവനോട് കെട്ടിയിരിക്കുന്നത് അല്ലേ? ആ, ഒരു പെണ്ണിനെയും പ്രേമിച്ച് സുഖിക്കല്ലേ ഇവിടെ. ഇനി ഒരു നിമിഷം പോലും താമസിക്കണ്ട. ഏതായാലും ആ വീട്ടിൽ ചെന്ന് കൈയോടെ അവനെ പിടിച്ചോണ്ട് വരണം. വേണ്ട, വിക്രമൻ സമർത്ഥനാണ്. സോറി, ബാലനല്ലേ. തന്ത്രപൂർവ്വം ഞാൻ അവനെ കൊണ്ടുപോകും. കുറച്ചു ദിവസം കൂടി ബാലനായിട്ട് തന്നെ കഴിയട്ടെ. അതെ അതെ, അപ്പോഴേക്ക് മൂപ്പിലാനെയും കൊന്ന് ആ പെണ്ണിനെയും കൊണ്ട് അവൻ പോകും. ഇല്ല, അവന് പോകാൻ കഴിയില്ല. ചെറുപ്പത്തിലെ നല്ലൊരു മോഷ്ടാവായിരുന്നു അവൻ. ഇന്ന് അവനെ വെല്ലാൻ ബോംബെയിൽ മറ്റൊരു സ്മഗ്ലർ ഇല്ല. അതുകൊണ്ട് അവനില്ലാതെ ഞാൻ പോകുമെന്ന് കരുതുന്നുണ്ടോ? എന്താ? പാത്രം തറയെ വീണതാ. ഒന്ന് കാണാനാ ഇവിടെ നിന്ന്. അന്നങ്ങനെ സംഭവിച്ച ശേഷം തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല, കണ്ടില്ല എന്നങ്ങനെ തീർത്ത് പറയാനും കഴിയില്ല. അതിനുശേഷം നമ്മൾ 1-2 സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ. ഒരു സഹോദരി നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാം. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ചെറിയടത്ത് തറവാട്ടിൽ തന്റെ സഹോദരി ഇല്ല. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പെങ്ങടെ പുറകെ ചുറ്റുന്നു? ക്ഷേത്രത്തിൽ വെച്ച്, ഇന്നലെ വീട്ടിൽ വെച്ച്. പറ, നിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തീർക്കാം. എനിക്കൊന്നും പറയാം. എന്നാ എനിക്കില്ലത് പറയാനുണ്ട്.
നീ ബാലനല്ല. അല്ല. അതെ, നീ ബാലന. നീയല്ലേ ബാലൻ? അല്ല. പിന്നെ നീ ആരാ? സത്യം പറ. എന്റെ അച്ഛന്റെ അശ്വതിയുടെ ഒക്കെ മുമ്പിൽ നീ എന്തിനു ഞാനായി വേഷം കെട്ടി? പറ. പണമായിരുന്നു ഉദ്ദേശം, അതോ അവരെ കൊല്ലാനോ? ശരിയാ, ഇതൊരു വേഷം കെട്ടില്ല. ഇത് കണ്ടോ, ഒന്ന് അമർത്തി തിരുമിയ മാഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വേണ്ടി വരും ഞാൻ കരുതിയില്ല. അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു, ഞാൻ കയറി പിടിച്ചത് എന്റെ അച്യുതയായിരുന്നു എന്ന്. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനപ്പോൾ പറഞ്ഞാൽ നീ അവളെ വിട്ടുതരുമോ? നിനക്കതിന് കഴിയുമായിരുന്നു. അശ്വതിക്ക് നീ എന്നിലൊരു ബാലന്റെ മുഖം കാണാൻ കഴിയുമോ? പറ. കഴിയണ്ടേ? അപ്പോ വെറുതെ സ്നേഹം നടിച്ച് നീ എന്റെ അച്ഛനെ അവളെയും ചതിക്കുകയായിരുന്നല്ലേ? അവക്ക് സ്നേഹിക്കാൻ വെറും ഒരാളെ വേണമെന്നാണോ നീ വിചാരിച്ചത്? അശ്വതി കാത്തിരുന്നത് എന്നെയാ, ഈ ബാലനെ. ഓ, ഇന്ന് ബാലൻ നീയാണല്ലോ. മതി, ഒന്നും വേണമെന്ന് കരുതി ചെയ്തതല്ല. അറിവ് വെച്ച നാൾ മുതൽ തെരുവ് ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്നേഹത്തിന്റെയൊക്കെ വില അറിഞ്ഞു തന്നെ ഇവിടെ വന്നപ്പോഴാ. ബോംബെയിൽ ഒരു കള്ളക്കടത്തുകാരൻ്റെ ഏജന്റായിരുന്നു ഞാൻ. അവർക്ക് ആവശ്യം എന്നെ ആയിരുന്നില്ല, ഞാൻ ചെയ്യുന്ന തൊഴിലിനെയായിരുന്നു. ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടം വിട്ടത്. കുട്ടിക്കാലത്ത് എന്നെ സഹായിച്ച ഒരാളുടെ വിലാസം കയ്യിലുണ്ടായിരുന്നു. അയാളെ തേടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കത് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരിറ്റ് സ്നേഹം. മരിച്ചു എന്നറിഞ്ഞിട്ടും ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛൻ, തന്റെ ബാലിന് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, ഇവരുടെ എല്ലാ സ്നേഹം. ഈ ഒരു അവസ്ഥയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇല്ല, ഇതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഇവൻ ഈ വേഷം കെട്ടാൻ കാരണക്കാരൻ ഞാനും കൂടിയാ. കാലം കുറെ ആയല്ലോ ഈ നാട് വീടും വിട്ട് പോയിട്ട്. ഒരിക്കലെങ്കിലും ഈ തറവാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തി ഇവിടെ കുറെ പേര് നീറി മരിക്കുന്ന കണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരാളെ പിടിച്ചു നിർത്തി ഇവനാണ് നിങ്ങളുടെ മകനെന്ന് പറയുന്നല്ലേ. അതേ ഞാൻ ചെയ്തുള്ളൂ. ആരെയും നശിപ്പിക്കാനല്ല. ഈ അവസ്ഥയിൽ നീ ആയിരുന്നാലും ഇങ്ങനെ ചെയ്യും. ഇനി പറ, ഞങ്ങൾ ചെയ്ത ദ്രോഹമായിരുന്നോ? ദീപം ദീപം ദീപം. മോളെ, ബാലൻ എവിടെ പോയി? ഉച്ചയ്ക്ക് പോയതാ. ഞാൻ ഇപ്പൊ വരാം. ഉം.